കാണുമ്പോഴേ ഒരു 70 വയസ്സേ പറയത്തുള്ളൂ. അതെ എൻ്റെ പിള്ള. ഇത് ഏലിയ അമ്മച്ചി, പ്രായം 105. കണ്ടാൽ പ്രായം 80 തോന്നും. ഈ പ്രായത്തിലും ഇത്രയും സുന്ദരിയായിരിക്കുന്നത് എങ്ങനെയെന്ന് അമ്മച്ചിയോട് ആരും ചോദിച്ചു പോകും. എന്താണ് ഇതിന്റെ രഹസ്യം? അമ്മ 100 വയസ്സായാലും സമ്മതിക്കില്ലല്ലോ. സമ്മാനം തരുമോ? സമ്മാനം വല്ല സമ്മാനമൊന്നുമില്ല. രഹസ്യം പറ. നടക്കാൻ വടി കുത്തണമെന്നില്ല, ഓർമ്മയ്ക്കും അത്ര പ്രശ്നമില്ല. ഈ പ്രായത്തിലും ചുറുചുറുക്കിന്റെ കാരണം എന്തെന്ന് ഏലിയാമ്മച്ചി തന്നെ പറഞ്ഞു തന്നു. ഇത്ര സുന്ദരിയായിരുന്നോ പണ്ട്? അതെന്റെ മക്കളുടെ ഗുണല്ലേ? അതെ മക്കളുടെ ഗുണല്ലേ? നേരം വെളുത്ത് അവർ കുളിപ്പിച്ച് തല കെട്ടി കുളിപ്പിച്ച് ഭദ്രമായിട്ട് ഇളക്കി തന്നു ഒക്കെ ഇവിടെ എത്തിയത്. അവരുടെ ഗുണല്ലേ? 100 വയസ്സുള്ള വോട്ടർമാരെ തേടിയാണ് ഞങ്ങൾ ഏലിയാമ്മച്ചിയുടെ അടുത്തെത്തിയത്. കുശലമൊക്കെ അന്വേഷിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചു. വോട്ട് ചെയ്യാൻ എന്തായിരുന്നു നാളെന്ത്? വോട്ട് ചെയ്യാൻ ഇനി ഒരു 26-ാം തീയതി, അടുത്ത മാസം. അടുത്ത മാസം 26-ാം തീയതിക്ക് 26 ദിവസം. വോട്ട് എവിടാ? വോട്ട് എവിടാ? ഏത് സ്കൂളിലാ? കിഴക്കുറ കിഴക്ക് കോടനാട് സ്കൂളില്ലേ കൊച്ചു പിള്ളേർക്കടെ അവിടെ. വോട്ട് ചെയ്യില്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്ത ഏലിയാമ്മച്ചിയോട് അങ്ങനെ ഒരു ചോദ്യം അധിക ചോദ്യമാകും. ആ വോട്ട് കഴിഞ്ഞ പേരൊക്കെ ചെയ്തതല്ലേ, വോട്ട് മുടക്കിയിട്ടില്ല. ഒരു വോട്ട് കളയരുത്, അത് കളയരുത്. എന്തുകൊണ്ടാ ഇത് കളയരുതെന്ന് പറയുന്നത്? നമുക്ക് കിട്ടാൻ ജയിച്ചായി. മലയാറ്റൂർ സ്വദേശിയായ ഏലിയാമ്മച്ചി വിവാഹം കഴിച്ച് കോടനാട് കൊണ്ടുവന്നതിന് ശേഷമാണ് വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. വോട്ട് ചെയ്യാൻ ഉഴപ്പിയപ്പോൾ അമ്മയുടെ ജനാധിപത്യ പ്രക്രിയയോടുള്ള പ്രതിബദ്ധത മക്കൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു തവണ കോൺഗ്രസ് ഭരിച്ച ഒരു തവണ മാർക്സിസ്റ്റിൽ ഭരിക്കണേ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടാന്ന് തോന്നും. അങ്ങനെ വരുമ്പോൾ ഇത്തവണ മാർക്സിസ്റ്റുകാരെ ഭരിക്കുള്ളൂ, പിന്നെ നമ്മൾ വെറുതെ വോട്ട് പാഴാക്കി കളയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ അപ്പം പറയും വോട്ട് ചെയ്യേ, വോട്ട് കളയേണ്ടത് നമ്മുടെ മൗലികാവകാശമല്ലേ. ഇനിയും എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യണമെന്നാണ് ഏലിയാമ്മച്ചിയുടെ ആഗ്രഹം. ഇത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ വോട്ട് പാഴാക്കിയിട്ടില്ല. ഇനി എൻ്റെ മക്കള് വോട്ട് പാഴാക്കരുത് മക്കളെ. ഇനിയൊരു 100 വോട്ട് പോട്ടെ. ജോയ്സിയാറിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.